ഇന്ന് നമുക്കൊരു കോഫി പുഡിംഗ് ഉണ്ടാക്കിയാലോ? 10 മിനിറ്റിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കോഫി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 കപ്പ് പാല് ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൊരു കുറച്ച് കട്ടിയുള്ള പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായിട്ട് അരിപ്പയിലിട്ട് അരിച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിന് ശേഷം നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഏകദേശം കട്ടിയായി വരുന്നുണ്ട്. ഒന്നും കൂടിയും കട്ടിയായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് ഇങ്ങനെ കാണാം, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു ബൗള് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ. ബട്ടറോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5-6 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് റെഡിയായി. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊരു ഒരു പാത്രത്തിലേക്ക് ഒന്നിങ്ങനെ കമഴ്ത്തി വെക്കാം. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പുഡിങ്, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.